ഇടുക്കിയിൽ ഓടിയെത്താം. ഇടുക്കിയിൽ 5 മണ്ഡലങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. 5 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. അവിടെ 4-1 സ്റ്റാറ്റസ് കോ അല്ലേ? അപ്പോൾ ആദ്യം തൊടുപുഴ, പി ജെ ജോസഫിന്റെ തൊടുപുഴ UDF-ലും 4 ഇപ്പുറത്തുമാണ്. ദേവികുളം വന്നു. ദേവികുളമാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. LDF-ന്റെ സിറ്റിംഗ് സീറ്റ്. രാജ LDF-ന്, UDF-ന് F രാജ. രാജേന്ദ്രൻ, എല്ലാത്തിലും രാജന്മാരുണ്ട്. രാജമയമാണ്. രാജേന്ദ്രൻ പഴയ MLA. ഇടുക്കി റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്നു. റോയ് കെ പൗലോസ് അവിടെ മത്സരിക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെ കോൺഗ്രസ് മത്സരിക്കാൻ ഇറങ്ങുന്ന ഇടം കൂടിയാണ്. അപ്പോൾ അതാണ് 2 ജോസഫ് കൈവിട്ടു എന്ന രാഷ്ട്രീയ തീരുമാനമെടുത്തു. അവരുടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ആ രാഷ്ട്രീയ തീരുമാനം വരുമ്പോൾ അവിടെ അണികളിൽ ഒരു കഥയുണ്ട്. അതായത് ഇത്തവണ കൊടുത്തു, ജയിച്ചില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു വാങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചോദിച്ചാൽ മതി. അതെ, അല്ല, പക്ഷെ അതിന് പണി കൊടുത്തിട്ടുണ്ട്. അവിടെ അണികളയിൽ കേൾക്കുന്നത് ജയിക്കാതിരിക്കാനുള്ള വകുപ്പ് ജോസഫ് വിഭാഗം നോക്കിയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതേസമയം ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പല സീറ്റുകളിലും വന്ന സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയരുന്നു. അപ്പോൾ ബലി കഴിച്ചതാണോ ഇടുക്കി സീറ്റ് എന്നൊരു പ്രധാന വിഷയമുണ്ട്. അതാണ് ഞാൻ പൊളിറ്റിക്കലി ചെയ്തൊരു പ്രശ്നം. പീരുമേട് ഈ പറഞ്ഞ പോലെ നല്ല മത്സരം നടന്ന ഒരു സ്ഥലമാണ്. UDF-ഉം ഇത്തവണ അവർക്ക് അവിടെ കിട്ടുമെന്ന് കരുതുന്ന നിലയിൽ മരണപ്പെട്ടതും പിന്നെ നമുക്കറിയാലോ അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെയുണ്ട്. തൊടുപുഴ ഈ പറഞ്ഞ പോലെ പി ജെ ജോസഫ് കളം വിട്ടു, പകരം അപ്പു ജോൺ ജോസഫ് മകനെ ഏൽപ്പിച്ചു. അതെ, സിറിയക് ചാഴികാടൻ കുടുംബത്തിൽ നിന്നുള്ളതാണ്. മാത്രമല്ല സഭയുടെ ഒരു ഭാരവാഹിയൊക്കെ നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ ഒരു ബന്ധം. ഒരു കാര്യം കൂടി പറയാം, ഈ അപ്പു ജോൺ ജോസഫ് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം ജയിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരായിരിക്കും? കടുത്തുരുത്തിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ തൊടുപുഴയ്ക്ക്? ആ രീതിക്ക് എന്നൊന്നും കടുപ്പിച്ചു അങ്ങനെ ചില അണിയറ കഥകൾ കേൾക്കുന്നുണ്ട് അവിടെ. ഞാൻ പറഞ്ഞത് വലിയ ഇഷ്ടമാണ്. അതെ, ഏറ്റവും നല്ല വാരികകൾ സംസാരങ്ങൾ ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. പറഞ്ഞു മാത്രം രാഷ്ട്രീയത്തിൽ അതൊക്കെ ഉണ്ട്. അങ്ങനെ ന്യായമായി സംശയിക്കാം. പക്ഷെ എന്തു ആവട്ടെ, നോക്കാം നമുക്ക്. അപ്പോ ഉടുമ്പൻചോല മണിയാശാൻ മാറി കെ ജയേന്ദ്രൻ CPI-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മത്സരിക്കുന്നു. പഴയ MLA തന്നെ, മുൻ MLA ആണ്. അത് ഈ ഉടുമ്പൻചോലയ്ക്ക് വലിയ മാറ്റങ്ങളിലേക്ക് തുടക്കമിട്ടത് അദ്ദേഹത്തിന്റെ കാലത്താണ്. അപ്പോൾ ആ ഒരു പരിചയവും. സേനാപതി വേണു ചാനൽ ചർച്ചകളിലൂടെ സുപരിചിതനായ കോൺഗ്രസ് വക്താവാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇടുക്കിയിലെ ആ 5 മണ്ഡലങ്ങൾ. അപ്പോൾ ഈ 5 മണ്ഡലങ്ങളെ തെരഞ്ഞെടുപ്പിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ച അഖിൽ അല്ലേ? അവിടെ അവകാശവാദങ്ങൾ ഇങ്ങനെയാണ്. ഇടുക്കിയും പീരുമേടും പിടിക്കുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. തൊടുപുഴയെ ഒപ്പം നിർത്തും. അങ്ങനെ 3 ഇന്ന് CPI-ന്റെ ജില്ലാ സെക്രട്ടറി വർഗീസുമായി അഖിൽ സംസാരിച്ചിരുന്നു. വാർത്തയിൽ നമ്മളത് കണ്ടിരുന്നു. എന്താണ് ഇടതുമുന്നണി ഒടുവിൽ കണക്കൂട്ടുന്നത്? എത്ര സീറ്റുകൾ വരെ കിട്ടാം? UDF എങ്ങനെ കാണുന്നു? അത് മാത്രം. ശരത്, ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യം കലുഷിതമാണ്. ആളുകളൊക്കെ ആകാംക്ഷയിലാണ്. 6,21,803 പേരാണ് ജില്ലയിൽ ആകമാനം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന 5 മണ്ഡലങ്ങളായി. ഈ 5 മണ്ഡലങ്ങളുടെ സ്ഥിതി എടുക്കുമ്പോൾ തൊടുപുഴ ഒഴിച്ച് ബാക്കി 4 മണ്ഡലങ്ങളും 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്ന മണ്ഡലങ്ങളാണ്. ഇത്തവണയും ഇന്ന് ജില്ലാ സെക്രട്ടറിയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി ഉറപ്പിച്ചു പറയുന്നത് ഇത്തവണയും 4 മണ്ഡലങ്ങളും, അതായത് ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട്, ഇടുക്കി, ഈ 4 മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം അടിയുറച്ച് നിൽക്കും. ഇതിൻ്റെ അകത്ത് ആദ്യഘട്ടം മുതൽ ഇച്ചിരി ടൈറ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് പീരുമേട് മണ്ഡലത്തിലായിരുന്നു. പക്ഷേ പീരുമേട് മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവസാന ഘട്ടം എണ്ണിത്തീരുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലേക്കാണ് എണ്ണി വരുന്നത്. പക്ഷേ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കി. പീരുമേട് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വേരോട്ടമുള്ള ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഓടിയെത്തുമ്പോഴത്തേക്കും ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ വലിയൊരു വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അത്തരത്തിൽ 4 മണ്ഡലങ്ങളും പിടിച്ചടക്കാനാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ളത്. കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ജില്ലയിൽ നിലവിൽ തൊടുപുഴയിൽ മാത്രമേ ഉള്ളൂ. തൊടുപുഴയിൽ നിന്ന് ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഇത്തവണ കോൺഗ്രസ് ഏറ്റവും ശക്തമായി പറയുന്നത് ഇടുക്കി സീറ്റ് പിടിച്ചെടുക്കും. 25 വർഷമായിട്ടുള്ള റോഷി അഗസ്റ്റിന്റെ തേരോട്ടം അവസാനിപ്പിക്കുമെന്നാണ്. അതിനായി അവർ കണ്ടെത്തിയ മാർഗമെന്ന് പറയുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ UDF ഉറച്ചു വിശ്വസിക്കുന്നത് 2 ആണോ? 1-ൽ നിന്ന് 2-ലേക്ക് കയറാം എന്നുള്ളതാണോ? അതോ 2ഓ 3ഓ ആണോ? 3-ലേക്ക് കയറാം. പീരുമേട്, ഇടുക്കി, തൊടുപുഴയാണോ UDF-ന്റെ കണക്കുകൂട്ടൽ? ഒന്നിൽ നിന്ന് 3-ലേക്കുള്ളതെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. അതായത് തൊടുപുഴയ്ക്ക് പുറമെ ഇടുക്കിയും പീരുമേടും പിടിച്ചെടുക്കാമെന്നുള്ളതാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ LDF-ന് ഒടുവിലത്തെ കണക്കുകൂട്ടൽ വരുമ്പോഴത്തേക്കും ഇടുക്കിയും പീരുമേടും അവസാന ലാപ്പിൽ LDF-ന് തന്നെ നിൽക്കും, LDF-നൊപ്പം തന്നെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച ബോധ്യം